ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. നാട്ടിൽ പോയപ്പോൾ ഫാമിലി ഒത്ത് ഞങ്ങൾ ഊട്ടിയിൽ പോയായിരുന്നു. ആ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഊട്ടിയിൽ ഒരുപാട് പേര് പോയി കാണും. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ പോയപ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളെപ്പോലെ ഇനി ഊട്ടിയിൽ ഇതുവരെ പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസനഗുഡി വഴി തന്നെ പോകണം. അതാകുമ്പോൾ നമുക്ക് ഈ വഴിയോര കാഴ്ചകൾ ഒരുപാടുണ്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന. ഇപ്പോൾ ഞങ്ങൾ മാനുകളെയും കുരങ്ങന്മാരെയും കാട്ടാനേനെയൊക്കെ കണ്ടു. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാട്ടുപുലിയെ വരെ കാണാം. ഞങ്ങൾ പോയ സമയം പുലികളൊക്കെ ഉറങ്ങുമായിരുന്നു. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിന് തൊട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ സൺറൈസ് ഒക്കെ കാണാൻ അതിമനോഹരമായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ സമയം. അത് കഴിഞ്ഞ് ഞാനൊരു മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറി. കഷ്ടപ്പെടായിരുന്നു കയറാനും ഇറങ്ങാനും. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു. അവസാനം അതൊരു വീഡിയോയിലാണ് കലാശിച്ചത്. അവിടുന്ന് ഞങ്ങൾ അടുത്ത് ചെന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ആൻഡ് ആ പൈൻ ഫോറസ്റ്റ് ലീഡ് ചെയ്തത് ഒരു ബ്യൂട്ടിഫുൾ പൗണ്ടിലേക്കാണ്. അവിടെ ഒരുപാട് ഹോഴ്സസും ഒരുപാട് മനുഷ്യരെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ അത്. ഒരുപാട് ഫോട്ടോസ് എടുത്തു. കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ട്. അത് കുരങ്ങനല്ല, ഇത് കുരങ്ങനാണ്. കുരങ്ങന്മാരെയൊക്കെ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഊട്ടി ലേക്കിലേക്കാണ്. ഇവിടെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. ഈ ലേക്കിന് ചുറ്റുമുള്ള ഗ്രൗണ്ടിൽ നമുക്ക് കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ചെയ്തു. പക്ഷെ എല്ലാം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പാഡിൽ ചെയ്ത് ഓടിക്കുന്ന ബോട്ട്സും മോട്ടറുള്ള ബോട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പാഡലിൻ്റെ ആണ് സെലക്ട് ചെയ്തത്. അങ്ങനെ അമ്മയുടെ പരാതി കേൾക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അമ്മേനെയും എല്ലാവരെയും വീഡിയോ എടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ആ ലേക്ക്. നല്ല ഡീപ്പ് ലേക്കാന്ന് കാണുമ്പോഴേ അറിയാം. അതുകൊണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അനങ്ങാതെ സൂക്ഷിച്ചാണ് നമ്മൾ പാഡൽ ചെയ്തത്. ഇത്രയും പേരുള്ളത് കൊണ്ട് നമ്മൾ 2 ബോട്ടായിട്ടാണ് ബോട്ടിങ് ചെയ്തത്. അടുത്തത് ഞങ്ങൾ പോയത് പൈക്കാര വാട്ടർഫോൾസിലേക്കാണ്. ഇറ്റ്സ് നോട്ട് ദ ഫേവറേറ്റ് പ്ലേസ് ദാറ്റ് ഐ ഫൗണ്ട് ഇൻ ഊട്ടി, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അടുത്തത് നമ്മൾ പോയത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അവിടെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഗാർഡൻ ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ രാത്രി നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ലൈറ്റ് ചെയ്തു. അതിന് ചുറ്റും ഡാൻസ് കളിച്ചു, എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിൽ ചെന്നായിരുന്നു. കാരണം ഈ ടോയ് ട്രെയിൻ ടിക്കറ്റ്സ് വളരെ പെട്ടെന്ന് സെൽ ഔട്ടായി പോകുന്ന ഒരു കാര്യമാണ്. ഊട്ടിയിൽ വരുന്ന എല്ലാവരും എന്തുകൊണ്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ടോയ് ട്രെയിൻ ട്രാവലിംഗ്. ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ്. തിരിച്ചു പോകുന്നത് കൊണ്ട് ഊട്ടിയിൽ നിന്നും മേട്ടുപ്പാളയം വരെയാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ നിന്ന് ഞങ്ങൾ വന്ന വണ്ടിക്ക് തിരിച്ചു പോകുമായിരുന്നു. ഇതുപോലെ ഒരു ട്രെയിൻ യാത്ര ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ ജോലി പൂനെയിലായിരുന്നു, മഹാരാഷ്ട്രയിൽ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ആ ട്രെയിൻ യാത്ര ഇതുപോലെ തന്നെയായിരുന്നു. ഇതിലും മനോഹരമായിരുന്നു. പക്ഷേ അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ദിവസം.
അപ്പോൾ എല്ലാവരും ഊട്ടിയിൽ പോകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ നോക്കണേ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.